എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ ഉള്ളൂ. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് ഇവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. അന്ന് പിന്നെ സജിനയെ സംബന്ധിച്ചിടത്തോളം അവള് കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവൾക്ക് ഇങ്ങനെ പറന്നു നടക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം വെളിനാട്ടാരെ. ബിഗ് ബോസ് താരമായിരുന്ന സജിന വിവാഹിതയാകാൻ പോകുന്നെന്നുള്ള വാർത്തയാണല്ലോ ഇപ്പൊ പല ഓൺലൈൻ മീഡിയയിലെയും വാർത്ത എന്ന് പറയുന്നത്. ഇതാരോടും പറയുന്നു വേണ്ടോ, ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 3 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ പറയുന്ന സജിനയും സജിനയുടെ മുൻ ഭർത്താവായിട്ടുള്ള ഫിറോസും. രണ്ടുപേരും കപ്പിൾസ് ആയിട്ടാണ് അന്ന് ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഈ പറയുന്ന സജിനയും ഫിറോസും തമ്മിൽ പിരിയുമെന്നുള്ളത്. അത്രയും അടിയും ചക്കരയുമായി നിന്ന ആൾക്കാരായിരുന്നു ഇവർ രണ്ടുപേരും. ഡ്രൈവറെ വെച്ച് ഓടിപ്പിച്ചാ പോരെ? ഞാൻ ഓടിക്കേണ്ട വണ്ടി മറ്റൊരാൾ ഓടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഡൈവോഴ്സിൽ എത്തി നിന്നെങ്കിലും അവർ തമ്മിൽ സംസാരങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും രാവിലെ തന്നെ എൻ്റെ അടുത്ത് മെസ്സേജ് ഇരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരം കോൺടാക്ട് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നല്ലൊരു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ അന്ന് കണ്ട സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നിച്ചൂടെ എന്നുള്ളതായിരുന്നു. നമുക്ക് ആദ്യം നീലക്കൂൽ എന്റർടൈൻമെന്റ്സിൽ 2 ദിവസം മുമ്പേ വന്നൊരു പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. റസൂൽ പൂക്കുട്ടിയും സജിനയും 4 വർഷമായി പ്രണയത്തിൽ, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചനകൾ. ഓക്കെ, ഇതാണ് ലേറ്റസ്റ്റ് ആയി നീലക്കൂലിൽ വന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സജിനന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയ സമയത്ത് ഇതാ കിടക്കുന്നു റസൂൽ പൂക്കുട്ടിയും മൊത്തമുള്ള ഒരു ഫോട്ടോ സജിനന്റെ. ഞാനത് സൈഡിൽ കൊടുക്കാം. അപ്പൊ ഏകദേശം കൺഫേം ആണ് ഇവർ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ളത്. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കണക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നും കൂടെ റെഡി ആവാത്ത പോലെ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന സജിനയും ഫിറോസും തമ്മിൽ പിരിഞ്ഞത് 2023 ഡിസംബറിലാണ് എന്നുള്ളത്. ഇന്നിപ്പോ ഏതാണ് ഡേറ്റ്? 2026 ഏപ്രിൽ. ഈ സമയത്താണ് സജിന റസൂൽ പൂക്കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇവർ രണ്ടുപേരും 4 വർഷത്തോളമായി പ്രണയത്തിലാണെന്നും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, ഫിറോസുമായി 2023 ഡിസംബറിൽ പിരിഞ്ഞതെങ്കിൽ 2026 ഏപ്രിൽ ആവുന്ന സമയത്ത് അവർ പിരിഞ്ഞിട്ട് ഏകദേശം 2 വർഷവും 4 മാസവും ആയി കഴിഞ്ഞു. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന സജിന തന്നെ 4 വർഷമായി ഫിറോസ് പൂക്കുട്ടിയുമായി പ്രണയത്തിലാണെന്നും പറയുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫിറോസുമായി പിരിയുന്നതിന് 1.5 വർഷം മുമ്പേ തന്നെ സജീന റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്തു എന്നല്ല മനസ്സിലാക്കാൻ. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ. അതിനർത്ഥം ഇതൊരു അവിഹിത ബന്ധത്തിൽ നിന്നും ഉടലെടുത്ത് പ്രണയമല്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഇല്ലാതില്ല. എന്റെ അമ്മയെ നാട്ടിച്ച് അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ബട്ട് ദ സെയിം കോണ്ടന്റ്, റസൂൽ പൂക്കുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. ബിക്കോസ് ദേ ആർ ഇൻ റിലേഷൻഷിപ്പ്. 4-5 വർഷമായിട്ടുള്ള റിലേഷനാന്നുള്ളത് സജിന പറയുന്നുണ്ട്. ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിയാം. തൂക്കിയല്ലോ നാദാ. അതെങ്ങനെ ശരിയാവും? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.